ഗുജറാത്തിന് പ്രാധാന്യം ഏറിയേറി വരുമ്പോൾ സുപ്രീം കോടതി ഒരു കാര്യം കൂടി സൗകര്യപൂർവ്വം മറക്കുന്നു. നിലവിൽ ജാർഖണ്ഡ്, ഒറീസ, ജമ്മു കശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ്, മേഘാലയ, സിക്കിം, ത്രിപുര 8 സംസ്ഥാനങ്ങൾ ഇവയ്ക്കൊന്നും സുപ്രീം കോടതിയിൽ പ്രാതിനിധ്യമില്ല. കേരളം അടക്കമുള്ളവയ്ക്കാകട്ടെ ഒരംഗമെന്ന നാമമാത്ര പ്രാതിനിധ്യവും. ഗുജറാത്തിൻ്റെ ആ വമ്പിച്ച പ്രത്യേകതയാണ് പഞ്ചോളിയുടെ അപ്രമാദിത്വവും. നമുക്ക് ആ പേര് ഒന്നുകൂടി മുഴുവനായും പറയാം: വിപുൽ എം പഞ്ചോളി. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ എന്തു ചെയ്യുകയായിരുന്നു പഞ്ചോളി? അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീഡർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നീ പദവികളിൽ 7 വർഷത്തോളം. മോദി പ്രധാനമന്ത്രിയായ ശേഷം 2014 ഒക്ടോബറിൽ ഗുജറാത്ത് ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജ്. 10 വർഷം കഴിഞ്ഞ് 2023 ജൂലൈയിൽ പാറ്റ്നയിലേക്ക്. മോദി 3ാം ഊഴത്തിലെത്തുമ്പോൾ 2025 ജൂലൈയിൽ പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്ക്. നാഗരത്നയുടെ വിയോജനത്തിൽ അവർ ഒരു കാര്യം കൂടി പ്രത്യേകമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്: പഞ്ചോളിയുടെ പാറ്റ്നയിലേക്കുള്ള സ്ഥലം മാറ്റം. അത് പ്രത്യേകം പരിശോധിക്കണമെന്ന്. അത് ഉന്നത തലത്തിൽ നടന്ന കൂടിയാലോചനയുടെ ഫലമാണ് എന്ന് നാഗരത്ന പറയുന്നു. ഒരു പക്ഷേ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വഴിവെച്ച നീക്കം. അന്ന് തീരുമാനമെടുത്തതിൻ്റെ മിനിറ്റ്സ് സസൂക്ഷ്മം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നും ആ ന്യായാധിപ ഓർമ്മിപ്പിക്കുന്നു. ഇതൊന്നും പരിഗണിച്ചില്ലെങ്കിൽ നീതിയുടെ നടത്തിപ്പിനും കൊളീജിയം സംവിധാനത്തിൻ്റെ തന്നെ വിശ്വാസ്യതയ്ക്കുമാണ് കോട്ടം തട്ടുക എന്നും അവർ പറയുന്നു. പക്ഷേ ആരും അത് കേട്ട ഭാവം നടിച്ചില്ല. അതുകൊണ്ടാണ് ആർജവത്തോടെ അവർ കൊളീജിയത്തോട് ആവശ്യപ്പെട്ടത് തൻ്റെ വിയോജനക്കുറിപ്പ് സുപ്രീം കോടതി അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധം ചെയ്യണമെന്ന്. ഈ കാലത്ത് കാണാൻ കഴിയാത്ത അസാമാന്യ ധീരത. നാഗരത്നയ്ക്ക് അഭിവാദനങ്ങൾ.